തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം ഇന്നു മുതൽ. ഉപകരണം കാണാതായതും കേടുവരുത്തിയതുമായ സംഭവം ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മോഴ്സ്ലേറ്റർ മാറ്റിവെച്ചത് പരിചയക്കുറവ് കൊണ്ടാണെന്നും മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം ഇന്നു മുതൽ തുടങ്ങും. ഡിഎംഒയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഉപകരണം കാണാതായതും കേടുവരുത്തിയതുമായുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷിക്കും. അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി. യൂറോളജി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സംഘം അന്വേഷിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ എംപി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാതായതായി ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അന്വേഷണ സമിതിയുടെ കണ്ടെത്തലിലാണ് ഉപകരണം നഷ്ടമായതെന്നും മന്ത്രി പ്രതികരിച്ചു. ഈ വിഷയത്തിലാണ് വകുപ്പുതല അന്വേഷണം ആരംഭിക്കുന്നത്. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിൽ മോഴ്സ്ലേറ്റർ മാറ്റിവെച്ചത് പരിചയക്കുറവ് കൊണ്ടാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചെറിയ രോഗത്തിനുള്ളത് അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന TRP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി. പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിവെച്ചത്. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. ഞങ്ങൾക്ക് 6 ഡോക്ടർമാരുണ്ട്. 6 ഡോക്ടർമാർക്ക് ആർക്കും ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്ക് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതേസമയം ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹാരിസ് ചിറക്കലിനെതിരായ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണോ എന്നും ചോദ്യമുയരുന്നു. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിൽ ഹാരിസ് ചിറക്കൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതിന്റെ പ്രതികാര നടപടിയാണ് നിലവിലെ അന്വേഷണമെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.